ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഒരു അടിപൊളി പുട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റമാണ് പുട്ട്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളടക്കം എല്ലാവരും ഇഷ്ടപ്പെട്ട് അതും വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. അത്രക്കും ടേസ്റ്റിയാണ്. ഇതുപോലെ അങ്ങ് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുട്ടുപൊടി എടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 9 പീസ് പുട്ടിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അത് ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുട്ടിന് വെള്ളം ചേർത്തിട്ട് കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കുക. അങ്ങനെ അല്പാൽപമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നോക്കി നോക്കി കുഴച്ചെടുക്കണേ. ഈ പുട്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊണ്ടയിൽ പിടിക്കും, ശ്വാസം മുട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ തൊണ്ടൊക്കെ പിടിക്കാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതേ പുട്ടുപൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സമയം നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ, ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഗീ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായ ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് മാത്രമല്ല കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. കൂടുതൽ ഇത് ചേർത്ത് കൊടുത്താൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതേ ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആണല്ലോ. ക്യാരറ്റൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയി കിട്ടും. കുട്ടികളൊക്കെ നല്ല കളർ വെക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്ത് പോകുന്നു വേണ്ട, കാരണം ഇത് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് വേവൊന്നും വേണ്ട. അതിനിടയ്ക്ക് എൻ്റെ മോന് കുറച്ച് കുരുത്തക്കടകൾ ഒപ്പിക്കുന്നുണ്ട്. അതേ ക്യാരറ്റ് ഇതിൽ കൊള്ളിയിൽ കുത്തിയിട്ട് ഇങ്ങനെ അടുപ്പിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ ഗീയിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കിയേ, അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ആയിട്ടിട്ടുണ്ട്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കറണ്ട് പോയിട്ടാണുള്ളത്, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് വലിയ പാത്രമാണ് നല്ലത്, അതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ അങ്ങ് ഇത് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പുട്ടുപൊടിയിൽ ഈ ക്യാരറ്റൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ പുട്ടുപൊടി കിട്ടും കേട്ടോ. ഇതുപോലെ അങ്ങ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ക്യാരറ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഈ പുട്ടുപൊടി കണ്ടോ, കട്ടകളൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതേ ഞാൻ പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചില്ലിടാൻ മറന്ന പോലെ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതേ ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിഴകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിനെയും പുട്ടുപൊടിയുടെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 ബൈ ആയിട്ട് പുട്ട് പൊടി അതുപോലെ തന്നെ തേങ്ങ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തെടുക്കുക. പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ പുട്ട് കുറ്റിയിൽ 3 പീസാണ് പുട്ടുണ്ടാവുക. ചെറിയ പുട്ട് കുറ്റിയാണ്. പുട്ട് ഇതാ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പാത്രം അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാവുകയും ചെയ്യില്ല. മാത്രമല്ല ഈ പുട്ടുപൊടി താഴെ വീഴുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് ഈ പാത്രത്തിൽ വീഴുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പുട്ടുണ്ടാക്കിയ സമയം നമ്മുടെ കൗണ്ടർ ടോപ്പും വീടൊക്കെ വൃത്തികേടാവും. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാണെങ്കിൽ താഴെയൊക്കെ വീണ് വൃത്തികേടാവുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഞാൻ പുട്ടുകുറ്റിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ട് റെഡി ആവുമല്ലോ. പുട്ടിനധികം സമയമൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ട് റെഡിയാവും. അപ്പോൾ ദേ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. മെല്ലെ നമുക്കൊന്ന് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പുട്ട് റെഡി. ഈസിയല്ലേ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുമല്ലോ. ദേ ഞാനിപ്പോൾ നമ്മുടെ പുട്ടിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.